കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം.
സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവം നമ്മളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെ വിലയിരുത്തുന്ന ഒരു രീതി, നൽകപ്പെട്ട ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കും പിന്നീട് ഭാവിയിലേക്കുമൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ വിശ്വാസ വളർച്ച അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം. നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് വലിയ അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്തുകയും നമ്മളെ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമാണത്. പല ആൾക്കാരുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ദേ ആർ ഔട്ട് ഓഫ് സിലബസ്. ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്താണ്. ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ്, ഒരു കലാമിറ്റി. നമ്മുടെ വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവിക്കത്തില്ലേ? കോവിഡ്, വെള്ളപ്പൊക്കം, അതുപോലെയൊക്കെ ഉള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി, ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത്. ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള, ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ശ്രമങ്ങൾ അത് പലപ്പോഴും വേജമാകാനുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അത് ഫുള്ളായിട്ട് വിഷയം ഓറിയൻറ്റഡായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വേജനാകുന്നത്. നമ്മളെപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും, ദൈവവുമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒന്നെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വിൽപ്പന, ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവവുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. കാര്യം ദൈവമല്ല നിൻ്റെ വിഷയം, ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം. ഇത് ഭയങ്കര ദുരന്തമാണ്, ഇത് വല്ലാത്ത ദുരന്തമാണ്. ഒന്നാമതൊരു ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും. കുറേ നാൾ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഉടമ്പടി പെർഫെക്റ്റായിട്ട് ആ ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തോട് കാണിക്കണത് വിഷയാധിഷ്ഠിതമാണോ വ്യക്തിയാധിഷ്ഠിതമാണോ എന്ന് ദൈവത്തിന് ഒരു അസസ്മെൻ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വിഷയാധിഷ്ഠിതമല്ല,
വീട്, ജോലി, വിവാഹം, വിസ, ജപ്തി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണെന്നുള്ളത് ദൈവത്തിന് തോന്നിയ കർത്താവിനെ തൊട്ടതുപോലെയാവും. അതറിയണമെങ്കിലുണ്ടല്ലോ, ഈ ശ്രീഭണ്ഡാരത്തിൽ കുറേ ആൾക്കാർ വന്ന് ചാക്ക് കണക്കിന് പൈസ എടുത്തില്ലേ, അവരാരും കർത്താവിൻ്റെ ഹൃദയത്തെ അവർക്ക് സ്പർശിക്കാൻ ഒത്തില്ലല്ലോ. അപ്പോൾ ഒരു വലിയമ്മ വന്നിട്ട് ഒരു പൈസ ഇട്ടല്ലേ, അത് വായിച്ചൊന്ന് ശ്രുതികട്ടെ. ഹല്ലേലൂയ. ലൂക്ക 21:1-2 തിരുവചനങ്ങൾ. ലൂക്ക 21:1-2 തിരുവചനങ്ങൾ. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. അവൾക്ക് ദൈവമാണ് പ്രശ്നം, വിഷയമല്ല. താൻ ആർക്കാണ് കൊടുക്കണതെന്ന് പറയുമ്പോൾ തനിക്ക് അന്ന് പട്ടിണിയാണെങ്കിൽ പോലും അതിനേക്കാളും വലുതാണ് ദൈവം എന്ന് കണ്ടുകൊണ്ട് ഒരു വ്യക്തിബന്ധം ദൈവമായിട്ടുണ്ട്. ഇത് കർത്താവിനെ തൊടുന്നൊരു പരിപാടിയാണ്. കർത്താവ് നമ്മളെ തൊടുന്നതിനേക്കാളും അതുപോലെ തന്നെ പ്രധാനമാണ് കർത്താവിനെ നമ്മൾ തൊടുന്നത്. കർത്താവ് നമ്മളെ തൊടണമെങ്കിലും നമ്മൾ കർത്താവിനെ തൊടണമെങ്കിലും ഈശോയ്ക്കത് ഹൃദയസ്പർശിയായിട്ട് തോന്നണം. അതൊരു വിഷയബന്ധിയായിട്ടല്ല നമ്മൾ ഇപ്പം ആദ്യ കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയബന്ധിയായിട്ട് ജീവിക്കാം. നമ്മുടെ എന്തെങ്കിലും ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം വിഷയബന്ധിയാണ്. പക്ഷേ നമ്മൾ 10-50 വയസ്സാകുമ്പോഴും വിഷയബന്ധിയായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ അങ്ങ് ഒരാളായിട്ട് കരുതത്തില്ല. നമ്മളുടെ വിഷയങ്ങൾക്ക് ദൈവം വില കൊടുക്കത്തുമില്ല. അതുകൊണ്ട് ഈ പടിപടിയായിട്ട് അത് ഈ ഉടമ്പടിക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഉടമ്പടി നമ്മളെ കൊണ്ട് ഒത്തിരി ഹോംവർക്ക് ചെയ്യിക്കും. നമ്മൾ ഉടമ്പടിയുടെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിൻ്റെ കൂടെ നിന്ന് കൊടുക്കാനുള്ള ദൈവസ്നേഹം ഉണ്ടായാൽ മതി. ആ ഉടമ്പടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് വരണം മക്കളെ. അല്ല ഓരോരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പിള്ളേർ പപ്പങ്ങ കുത്തിയിടുന്ന പോലെ അനുഗ്രഹം കുത്തിയിട്ട് എന്നിട്ട് തന്നതിന് കൊള്ളാം, തരാത്തതിന് മോന്തം കയറ്റി അവർക്ക് കൊടുത്ത് അവർ കാനഡയിൽ പോയി, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അളിഞ്ഞ മോന്തമായിട്ട് ഇങ്ങനെ പെയ്തും പെറുക്കിയും പിച്ചും പേയും പറഞ്ഞ് ചെവി ചെമ്പരത്തിയും വെച്ചുകൊണ്ട് ഗതി കിട്ടാ പ്രേതം പോലെ ഇതുമാത്രം ക്രിസ്ത്യാനികളാണ് നടക്കണത്. നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ചില പരിചരണങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദൈവം ഇത്രയും ടാഞ്ചിബിളായിട്ടുള്ളത്, അതാണ് ദൈവം ഇങ്ങനെ ഇത്രയും തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഏത് ജനതയുണ്ടെന്നൊക്കെ ചോദിക്കണില്ലേ. ടേക്ക് ദ വെടപ്പോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ്
നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതാണ് അതിൻ്റെ സത്യം. അപ്പം അത്രയും ദൈവം ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാകണമെന്ന് പറയണത് ആകണത് പറ്റും. പക്ഷെ അങ്ങനെയല്ല, അത് ആ അനുഭവം നമ്മുടെ അവകാശമായിട്ട് അത് അനുഭവേദ്യമാകണം നമ്മൾക്ക്. അല്ലാതെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് അത് ചോദിച്ചു, കിട്ടിയില്ല, 2 ആഴ്ച പള്ളിയിൽ പോയി, 4 ആഴ്ച പോയില്ല, 2 ആഴ്ച കുടുംബപ്രാർത്ഥന പങ്കെടുത്ത്, 3 ആഴ്ച പങ്കെടുത്തില്ല, ഇങ്ങനെ പോലെ അലവലാതി വിശ്വാസികളായിട്ട് ഒരു കഥയുമില്ല. ശരിക്കും പറഞ്ഞ് ഈ ആൾക്കാർക്ക് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാര്യം കൈയിരിക്കുന്ന അലവലാതി തരം കൊണ്ടാണ്. ഈ ദൈവം പ്രത്യക്ഷപ്പെടും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിശ്വാസം സത്യസന്ധമാണെന്ന് തോന്നിയാൽ മതി. ദൈവത്തിന് വിശ്വാസം സത്യസന്ധമാണ്, പിന്നെ ദൈവത്തിന് വേണ്ടിയാണെന്ന് തോന്നണം. അല്ല നമുക്ക് വീട് വെക്കാനും ജപ്തി മാറാനും മാത്രമാണെന്ന് തോന്നിയാൽ ദൈവം കുറച്ച് നാൾ കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയും. എന്നാൽ വിശ്വാസം സത്യസന്ധമാണ്, ദൈവത്തിന് അതാണ് കർത്താവിനെ തൊടുന്ന പരിപാടി എന്ന് പറയണത്. വിശ്വാസം സത്യസന്ധമാണെന്നും അത് ദൈവത്തിന് ആണ് അതിന് പ്രാധാന്യമെന്നും അല്ലാതെ വീട്ടിലെ ആനുകൂല്യങ്ങൾക്കല്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിന്നെ ടേക്കപ്പ് ചെയ്യും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിൻ്റെ എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവ് തീരുമാനമെടുക്കും. മൈന്യൂട്ട് കാര്യങ്ങളെപ്പോലും കർത്താവ് സംസാരിക്കും. ഇപ്പം ഞാൻ സമയത്ത് ഞാൻ ഓർക്കുകയും, അതായത് നമ്മൾ വിശ്വാസത്തിന് വളർച്ച അനുസരിച്ച് നമ്മൾ ദൈവാനുഭവത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് വിശ്വാസത്തിൽ വളരണത്. അപ്പോസ്തലന്മാർ ഒരു കർത്താവ് വഞ്ചിയിൽ ഉറങ്ങിക്കിടന്നൊരു സ്ഥലമില്ലേ, അപ്പം ചില സമയത്തൊക്കെ ദൈവം ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെ കാണിക്കും. പക്ഷെ അപ്പോൾ അപ്പോസ്തലന്മാർ പറയണത് എന്താ? നീ ഗവനിക്കണില്ലേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഗവനിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉണർന്നിട്ട് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് അടങ്ങാൻ പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഈ ശാന്തത കണ്ടിട്ട് ചോദിക്കണ ചോദ്യം എന്താണ്? ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം അനുഭവങ്ങളിലൂടെയാണ് ആത്മീയത വളരണത്. കൃപാസനത്തിൽ എപ്പോഴും അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ഐഡിയൽ സെറ്റിൻ്റെ പ്രാക്ടീസ്, നമുക്കുള്ളൊരു വിശ്വാസത്തെ നമ്മൾ പ്രയോഗത്തിലേക്ക് സെറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർക്ക് അനുഭവങ്ങൾ കിട്ടുന്നത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. തുല്യം ചൊല്ലിടാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലിടാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേമായി ചായുക. ജീവനേ സ്വന്തമേ അങ്ങേമായി ചായുക. നിങ്ങളിന്ന് കടന്നു പോകുന്ന എല്ലാ വിഷമതകളെയും വേദനകളെയും കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മണ്ണിലേക്ക് നിങ്ങളെ ദൈവം ഈ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറിലേക്ക് വിളിച്ചതാണ്. നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചതാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണിത്. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ
ഈ മണ്ണിൽ ചവിട്ടാൻ പോകുന്ന എല്ലാവർക്കും, ചവിട്ടിപ്പോയ എല്ലാവർക്കും വേണ്ടി അവിടെ കണ്ണീരിൻ്റെ ജീവിത പന്ഥാവുകളിലേക്ക് കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത പരീക്ഷകളുടെ പഠനങ്ങൾ, അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവർ, ജോലി ഇല്ലാത്തവർ, റാങ്ക് ലിസ്റ്റ് ചെന്നിട്ട് പോലും അപ്പോയിൻമെൻറ്റ് കിട്ടാത്തവർ, ജപ്തി നടപടികൾ അകപ്പെട്ടിരിക്കുന്നവർ, മാരക രോഗത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് മാറാത്ത രോഗമുള്ളവർ, അത് മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗമുള്ളവർ, ചില മക്കൾ ജീവിതത്തിൽ പിഴച്ചു പോയവർ, അതിൻ്റെ വേദന അനുഭവിക്കുന്നവർ, സാമ്പത്തിക ദുരിതങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, കുടുംബത്തിലെ അസമാധാനം, അതുപോലെ കുടുംബ തകർച്ച, ഭാര്യാഭർത്തക്കുമാരത്തിന് അകന്ന് ജീവിക്കുന്ന അവസ്ഥ, പ്രാർത്ഥനാ ശൈത്യം, ആത്മീയ ശൈത്യം, എല്ലാ മണ്ഡലങ്ങളിലും മേഖലകളിലും കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവാദം വാങ്ങിക്കാം. ഒരിക്കൽ കൂടി മരിയനുടമ്പയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ കന്യകേ നിന്നുദരത്തിലല്ലേ വചനം മാംസമായി കതിർ ചൊരിഞ്ഞു, നിന്നാത്മാവിൻ തടത്തിലല്ലേ വാഗ്ദാന സൂനം ഇതൾ വിരിഞ്ഞു, നിന്നാത്മാവിൻ